സ്വന്തം സഹോദരനോട് തോന്നിയ അസൂയ അത് വൈരാഗ്യമായി മാറുന്നു. ഒടുവിൽ സഹോദരനെ കൊല്ലാനുള്ള ദേഷ്യത്തിലേക്ക് കായൻ എത്തിച്ചേരുന്നു. ഒരുമിച്ച് കളിച്ചു വളർന്ന സഹോദരൻ, അവൻ്റെ വളർച്ചയിൽ അഭിമാനിക്കുകയായിരുന്നു വേണ്ടത്. പക്ഷേ കായന് അതിന് കഴിഞ്ഞില്ല. അവൻ തൻ്റെ സഹോദരനെ കൊന്നു. സഹോദരങ്ങളുടെ വളർച്ചയിൽ അസൂയ തോന്നരുത്. തോന്നിത്തുടങ്ങിയാൽ അത് പതിയെ നമ്മുടെ ജീവിതത്തെ തകർക്കും, ബന്ധങ്ങൾ ഇല്ലാതാക്കും. സഹോദരങ്ങളെ ജീവനതുല്യം സ്നേഹിക്കണം, അവരുടെ കാവൽക്കാരാകണം. നിഷ്കളങ്കനായിരുന്നു ആബേൽ. തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഏറ്റവും നല്ലതിനെ അവൻ ദൈവത്തിന് സമർപ്പിച്ചു. ദൈവം അവനിൽ സംപ്രീതനായി. എന്നാൽ സ്വന്തം ജ്യേഷ്ഠൻ്റെ ഉള്ളിലെ ചതി മനസ്സിലാക്കാൻ അവനായില്ല. സ്നേഹത്തിൽ വിളിച്ചപ്പോൾ മരണത്തിലേക്കാണ് താൻ പോകുന്നത് എന്നറിയാതെ അവൻ ജ്യേഷ്ഠനോടൊപ്പം പോയി. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ഉള്ളിൽ പകവച്ച് നിന്നോട് സ്നേഹത്തിൽ പെരുമാറുന്നവർ ചുറ്റുമുണ്ട്. ഒരു കാര്യം ഓർക്കുക, നിഷ്കളങ്കനെ ചതിച്ചാൽ അവനു വേണ്ടി വാദിക്കാൻ ദൈവമുണ്ട്. നിഷ്കളങ്കതയോടെ ജീവിക്കുക, നിനക്ക് വേണ്ടി ദൈവം വാദിക്കും.